നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര ഒരു നല്ല സമയമല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷമായി അവർ ബുദ്ധിമുട്ടുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനയോട് ബ്രസീൽ പരാജയപ്പെട്ടു. അങ്ങനെ കിരീടം നഷ്ടമായി. പിന്നീട് ഖത്തർ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലാണ് ബ്രസീൽ പുറത്തായത്. ക്രൊയേഷ്യയോടായിരുന്നു ബ്രസീലിന് പരാജയപ്പെടേണ്ടി വന്നത്. അതിനുശേഷമാണ് ബ്രസീലിൻ്റെ പരിശീലകനായ ടിറ്റെ ആ ഒരു പരിശീലക സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം ഏറെ കഷ്ടപ്പെടുകയാണ് ബ്രസീൽ ചെയ്തിട്ടുള്ളത്. ആകെ 3 പരിശീലകരാണ് അതിനുശേഷം ബ്രസീലിനെ നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, റാമോൺ മെനസസ് ഉണ്ടായിരുന്നു, ഫെർണാണ്ടോ ഡിനിസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ ആണ് ബ്രസീലിനെ പരിശീലിപ്പിക്കുന്നത്. ഏതായാലും ടിറ്റെ പോയതിന് ശേഷം ബ്രസീലിൻ്റെ കഷ്ടകാലം ഏറെ വർദ്ധിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടിറ്റെ ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ആകെ 16 മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. അതിൽ കേവലം 6 മത്സരങ്ങളിൽ മാത്രമാണ് ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയ ശതമാനം 38%. അതായത് ബ്രസീലിനെ പോലെയുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പരിതാപകരമായ ഒരു കണക്ക് തന്നെയാണ്. 5 സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു, 5 തോൽവികളും ബ്രസീലിന് വഴങ്ങേണ്ടി വന്നു. അതായത് 31% മത്സരങ്ങളിൽ ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 28 ഗോളുകൾ നേടി 22 ഗോളുകൾ വഴങ്ങി. ഇതും വളരെയധികം നിരാശ നൽകുന്ന ഒരു കണക്ക് തന്നെയാണ്. അതുപോലെ തന്നെ 50 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ 32 ബിഗ് ചാൻസുകളും ബ്രസീൽ പാഴാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 7.4 ഷോട്ട്സ് പെർ ഗോൾ. അതുപോലെ തന്നെ 7.6 ഷോട്ട്സ് പെർ കൺസീഡഡ് ഗോൾ വരുന്നു. 3 ക്ലീൻ ഷീറ്റുകൾ മാത്രമാണ്. അതായത് 16 മത്സരങ്ങളിൽ നിന്ന് 3 ക്ലീൻ ഷീറ്റുകൾ മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 58.9% ബോൾ പൊസഷൻ മാത്രമാണ് ബ്രസീലിന് ഈ ഒരു മത്സരങ്ങളിൽ നിന്നുള്ളത്. അതായത് വളരെ ദയനീയമായ പ്രകടനമാണ് ടിറ്റെ ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 5 വർഷത്തോളമാണ് ബ്രസീൽ ടീമിനെ ടിറ്റെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. കേവലം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളിൽ മാത്രമാണ് ആ കാലയളവിനുള്ളിൽ ബ്രസീൽ പരാജയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പോയതിനു ശേഷം ഇപ്പോൾ ഒരുപാട് തോൽവികളും ഒരുപാട് സമനിലകളും ഇതിനോടകം തന്നെ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.